നിലാക്കീറിലേക്ക് സ്വാഗതം. ഒരു കഥ പറയട്ടെ. അയാളൊരു സഞ്ചാരിയായിരുന്നു. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ആ മനുഷ്യൻ അലയുകയായിരുന്നു. അങ്ങനെയാണ് അയാൾ തിബേരിയാസ് കടലിൻ്റെ തീരത്തെത്തിയത്. അപ്പോൾ സന്ധ്യയായിരുന്നു. മറഞ്ഞു തുടങ്ങുന്ന സൂര്യനെ അല്പനേരം നോക്കിയിരുന്നതിന് ശേഷം അയാൾ പതുക്കെ മണലിലേക്ക് ചാഞ്ഞു, കണ്ണടച്ചു. നീണ്ട യാത്രയുടെ ക്ഷീണം കൊണ്ടാവാം, വളരെ പെട്ടെന്ന് അയാൾ ഉറങ്ങി. ഉറക്കത്തിനിടയിൽ അയാളൊരു സ്വപ്നം കണ്ടു. കുറച്ച് മനുഷ്യർ ഒരു സ്റ്റേജിൻ്റെ പിറകിലിരുന്ന് തീ കായുകയായിരുന്നു. യാത്രികൻ അവർക്കരികിലേക്ക് ചെന്നു. ലോകമെങ്ങും സഞ്ചരിച്ച് യേശുവിൻ്റെ പിറവി നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സംഘമായിരുന്നു അത്. ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് യേശുവിൻ്റെ കഥയിലൂടെ ഉത്തരം നൽകുന്നതാണ് അവരുടെ രീതി എന്നറിഞ്ഞപ്പോൾ സഞ്ചാരിക്ക് സന്തോഷമായി. കുറേയധികം ചോദ്യങ്ങളാൽ വീർപ്പുമുട്ടിയിരുന്ന അയാൾ മടിച്ച് അവരോട് ചോദിച്ചു, എൻ്റെ ചോദ്യങ്ങൾക്ക് നാടകത്തിന് പുറത്ത് ഉത്തരം പറയാമോ? അവർ സമ്മതം പറഞ്ഞ് തലയാട്ടി. ആ നിശബ്ദതയിൽ അയാൾ തൻ്റെ ആദ്യ ചോദ്യം ഉയർത്തി. യേശുവിൻ്റെ ജനനരീതി തീർത്തും നിസ്സാരമായ രീതിയിലായിരുന്നല്ലോ. ദൈവികമായ ശക്തിയും മഹത്വവുമൊക്കെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാവും? ഒരു കൊട്ടാരത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എല്ലാവരും അവനെ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നില്ലേ എന്ന് സഞ്ചാരി ചോദിച്ചപ്പോൾ ജോസഫിനെ അവതരിപ്പിക്കുന്ന ആളാണ് മറുപടി പറഞ്ഞത്. ഞാനും അതേ കാര്യം ചിന്തിച്ചിട്ടുണ്ട്. ആദ്യമായി ആ മാലാഖയുടെ സന്ദേശത്തെക്കുറിച്ച് മേരി എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ലെന്ന് താമസിയാതെ ഞാൻ മനസ്സിലാക്കി. മറ്റുള്ളവരെ ഭരിക്കുന്നതിലല്ല, ശുശ്രൂഷിക്കുന്നതിലാണ് മഹത്വമെന്ന് പഠിപ്പിക്കാൻ അവിടുന്ന് ഉദ്ദേശിച്ചിരിക്കണം. അതുകൊണ്ടാവും അവനൊരു കൊട്ടാരത്തിൽ പിറക്കാതിരുന്നത്. മാത്രമല്ല, ബലഹീനതകളെ പ്രതി മറ്റുള്ളവരെ ഒഴിവാക്കുന്നതാണല്ലോ മനുഷ്യരുടെ രീതി. എന്നാൽ നമ്മുടെ ബലഹീനതയിൽ നമ്മെ സ്നേഹിക്കുന്ന ഒരാളായി ദൈവം നമ്മുടെ മനുഷ്യാവസ്ഥയിലേക്ക് പ്രവേശിച്ചു. ദൈവത്തിലേക്കുള്ള വഴി കരുണയും സ്നേഹവുമാണെന്ന് കാണിക്കാനാവും അവിടുന്ന് അങ്ങനെ ചെയ്തത്. ഇത് പറഞ്ഞ് അയാൾ അവസാനിപ്പിച്ചു. പുരോഹിതന്മാരോ രാജാക്കന്മാരോ ആയിരുന്നില്ലേ അവൻ്റെ ജനന വാർത്ത ആദ്യം അറിയേണ്ടിയിരുന്നത്? കാരണം അവരാണല്ലോ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിനു മറുപടി പറയേണ്ടത് താനാണ് എന്ന് ഇടയൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആൾക്ക് തോന്നി. അങ്ങനെ തൻ്റെ പരുക്കൻ സ്വരത്തിൽ അയാൾ പറഞ്ഞു, മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞങ്ങൾ കുന്നിൻ മുകളിൽ ആട്ടിൻകൂട്ടത്തോടൊപ്പമായിരുന്നു. മാലാഖമാരുടെ കൂട്ടത്തെ കണ്ടപ്പോൾ ഞങ്ങൾ ഭയം കൊണ്ട് വിറച്ചുപോയി. മനുഷ്യരൊക്കെ ഞങ്ങളെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൂതൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ പുറത്താക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരുമൊക്കെ ആയിരുന്നു. ദൈവത്തിന് പോലും വേണ്ടാത്തവരാണ് ഞങ്ങളെന്നാണ് അപ്പോഴൊക്കെയും തോന്നിയിട്ടുള്ളത്. ഒരു പുരോഹിതനോ രാജാവോ ഞങ്ങളെ തേടി വന്നിട്ടില്ല. എന്നാൽ സുവിശേഷം ആദ്യം കേൾക്കാൻ അവൻ ഞങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. മാത്രമല്ല, അവനെ ആദ്യം കണ്ടതും ഞങ്ങളായിരുന്നു. അവൻ എല്ലാവർക്കും വേണ്ടി പിറന്ന രക്ഷകനായിരുന്നുവെന്ന് ലോകത്തിന് മനസ്സിലാകാനാവണം അത് ചെയ്തത്. ഞങ്ങളും ദൈവം തിരഞ്ഞെടുത്തവരാണെന്ന് അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇടയൻ അത് പറഞ്ഞവസാനിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നക്ഷത്രത്തിൻ്റെയും ജ്ഞാനികളുടെ യാത്രയുടെയുമൊക്കെ അർത്ഥം എന്താണ് എന്ന അയാളുടെ ചോദ്യത്തിന് മറുപടി നൽകിയത് ജ്ഞാനികളിൽ ഒരാൾ തന്നെയായിരുന്നു. ഞങ്ങൾ പിന്തുടർന്ന നക്ഷത്രം ആകാശത്തിലെ ഒരടയാളം മാത്രമായിരുന്നില്ല, അതൊരു വഴികാട്ടിയായിരുന്നു. അത് എവിടേക്ക് നയിക്കുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളെ അസാധാരണമായ ഒന്നിലേക്ക് അത് നയിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. ഞങ്ങൾ അന്വേഷകരായിരുന്നു. ഒരു രാജാവിനേക്കാളും സത്യവും സമാധാനവുമാണ് ഞങ്ങൾ തിരഞ്ഞത്. ലോകം നിരവധി ഉത്തരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അവ പലപ്പോഴും അപൂർണമോ താൽക്കാലികമോ ഒക്കെയായിരുന്നു. എന്നാൽ ദീർഘകാലം അന്വേഷിച്ചത് അവിടെ ആ കുഞ്ഞിൽ ഞങ്ങൾ കണ്ടെത്തി. അവൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ സമാധാനം അനുഭവിച്ചു.
അവനെ കണ്ടുമുട്ടുന്നവർക്കൊക്കെ അത് അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവൻ്റെ കാൽക്കൽ ഞങ്ങൾ കാഴ്ചകൾ അർപ്പിച്ചത്. അവനത് ആവശ്യമുള്ളതായിരുന്നു എന്നറിയില്ല. എന്നാൽ എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണവും ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും അവനാണെന്ന് പറയാനാണ് ആ കാഴ്ചയർപ്പണത്തിലൂടെ ഞങ്ങൾ ശ്രമിച്ചത്. ജ്ഞാനി തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. അപ്പോൾ സഞ്ചാരി വീണ്ടും തുടങ്ങി. പക്ഷേ അവൻ്റെ ജനനത്തിൻ്റെ പേരിൽ കുറേയധികം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടില്ലേ? ഒരു രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വരേണ്ടത് ഇത്രയേറെ പേരുടെ രക്തത്തിലൂടെയാണോ എന്ന സഞ്ചാരിയുടെ ചോദ്യത്തിൽ കുറ്റപ്പെടുത്തലിൻ്റെയും കലഹത്തിൻ്റെയും ധ്വനിയുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മ പറഞ്ഞു തുടങ്ങി. ആ രാത്രി എനിക്കെൻ്റെ മകനെയും മറ്റു പലരെയും നഷ്ടപ്പെട്ടു. സൈനികർ ദയയില്ലാതെ വന്നു ഞങ്ങളുടെ വീടുകൾ തകർത്തു. എന്തുകൊണ്ടാണ് ദൈവം ഇത്തരം അക്രമങ്ങൾ അനുവദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രത്യേകിച്ച് സമാധാനം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുള്ള ഒരു കുട്ടി ജനിച്ച സമയത്ത്. പക്ഷേ പിന്നീട് മനസ്സിലായി, നന്മയുടെ വിളക്ക് കൊളുത്തപ്പെടാൻ അനുവദിക്കാനാവാത്ത വിധം മനുഷ്യബോധം അത്രമാത്രം ഇരുണ്ടുപോയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ ഹെറോദേസ് അത്ര ക്രൂരമായ കൽപ്പന പുറപ്പെടുവിച്ചത്. എന്നിട്ടും ദൈവം ഭൂമിയിലേക്ക് കടന്നു വന്നല്ലോ. പിന്നീട് യേശുവിനെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ, അവൻ പകർന്ന ആശ്വാസം അനുഭവിച്ചപ്പോൾ, രക്ഷകനെ ഭൂമിക്ക് സമ്മാനിക്കാൻ ഞാൻ കൊടുത്ത വിലയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം കുറേ കുഞ്ഞുങ്ങളെ കൊന്നതുകൊണ്ട് താൻ സുരക്ഷിതനായി എന്ന് ഹെറോദേസ് കരുതിയതുകൊണ്ടാണല്ലോ ഉണ്ണിയേശുവിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. അവനും അന്ന് കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ യേശുവെന്ന വെളിച്ചം ഭൂമിക്ക് ലഭിക്കാതെ പോയേനെ. ലോകം വല്ലാതെ ഇരുണ്ടുപോയേനെ. മേരിയെപ്പോലെ ഞാനും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേർന്നുവെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആ സ്ത്രീ നിശബ്ദയായി. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു തുടങ്ങി. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. എൻ്റെ രാജാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തിരുന്നു. കൽപ്പിക്കപ്പെട്ടതൊക്കെ ഒരു ചോദ്യവുമില്ലാതെ ഞാൻ അനുസരിച്ചിരുന്നു. എന്നാൽ ആ രാത്രി, ആ ഭയാനകമായ രാത്രി, ചിന്തിക്കാൻ കഴിയാത്തത് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു. നിരപരാധികളായ കുട്ടികളെ കൊല്ലാൻ. അവർ ഞങ്ങൾക്ക് ഭീഷണിയോ ശത്രുവോ ആയിരുന്നില്ല. എന്നിട്ടും രാജകോപത്തെ ഭയന്ന് ഞാൻ കൽപ്പന അനുസരിച്ചു. അധികാരത്തിൻ്റെ ക്രൂരമായ കളിയിലെ ഒരു കാലാളായിരുന്നു ഞാൻ. എന്നാൽ അതെൻ്റെ കുറ്റബോധത്തെ ലഘൂകരിക്കുന്നില്ല. അമ്മമാരുടെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ ചെവിയിൽ പ്രതിധ്വനിക്കുന്നു. അവരുടെ മുഖം എന്നെ വേട്ടയാടുന്നു. എല്ലാവരും ചോദിക്കും, ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിച്ചുവെന്ന്. ഇത് ഹെറോദേസ് എന്ന രാജാവിൻ്റെ അധികാരത്തോടുള്ള കൊതി കൊണ്ടും സ്വാർത്ഥത കൊണ്ടും സംഭവിച്ചതല്ലേ? സംരക്ഷിക്കാൻ കടമയുള്ളയാൾ സംഹരിക്കാൻ തീരുമാനിച്ചാൽ എന്തു ചെയ്യും? അയാൾ തനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം സ്വന്തം സ്വാർത്ഥത കാരണം ദുരുപയോഗം ചെയ്യുകയായിരുന്നല്ലോ. ക്രിസ്തുവിൻ്റെ ജനനത്തെ തനിക്കുള്ള ഒരു ഭീഷണിയായി അയാൾ കണ്ടു. ലോകത്തെ രക്ഷിക്കാൻ ജനിച്ചയാൾ ആർക്കും ഒരിക്കലും ഭീഷണിയല്ല, മറിച്ച് എല്ലാവർക്കും പ്രതീക്ഷയാണ് എന്ന സത്യത്തെ തിരിച്ചറിയാൻ ഭയത്തിൽ മുങ്ങിയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നിട്ടും ഈ അന്ധകാരത്തിനിടയിൽ ഞങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ച കുട്ടി, ഒരു എളിയ പുൽത്തൊട്ടിയിൽ ജനിച്ച കുട്ടി, ലോകത്തെ മാത്രമല്ല എന്നെയും വീണ്ടെടുത്തു. ആ മറുപടി കേട്ടപ്പോൾ തൻ്റെ മുഖത്തെ മുറുക്കം അയയുന്നത് സഞ്ചാരി അറിഞ്ഞു. എങ്കിലും അയാൾ ചോദ്യം അവസാനിപ്പിച്ചില്ല. മാലാഖമാർ ഭൂമിയിൽ സമാധാനം പ്രഘോഷിച്ചു. എന്നാൽ ലോകത്ത് ഇത്രയധികം കഷ്ടപ്പാടുകളും വിദ്വേഷവും സംഘർഷങ്ങളും ഉള്ളപ്പോൾ എങ്ങനെ സമാധാനമുണ്ടാകും എന്ന ചോദ്യത്തോട് പ്രതികരിച്ചത് മാലാഖയുടെ വേഷം ധരിച്ചയാൾ തന്നെയായിരുന്നു. സമാധാനമെന്നാൽ സംഘർഷത്തിൻ്റെ അഭാവമല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം വസിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ് യഥാർത്ഥ സമാധാനം ആരംഭിക്കുന്നത്. അത് എല്ലാ സൃഷ്ടികളിലേക്കും പതുക്കെ പതുക്കെ വ്യാപിക്കുകയാണ് ചെയ്യുക. ഞങ്ങൾ ഭൂമിയിൽ സമാധാനം പ്രഖ്യാപിച്ചപ്പോൾ യേശുക്രിസ്തുവിലൂടെ മനുഷ്യരാശിക്ക് ദൈവകൃപ ലഭിച്ചുവെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഒരു ഭൗമിക ശക്തിക്കും ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത വിധം ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനം അവൻ സാധ്യമാക്കി. അവൻ സമാധാനത്തിൻ്റെ രാജകുമാരനായത്
അങ്ങനെയാണ്. പ്രശ്നങ്ങളെ തൽക്കാലത്തേക്ക് ഇല്ലാതാക്കിക്കൊണ്ടല്ല അവൻ സമാധാനം നൽകുന്നത്, മറിച്ച് ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന ആഴത്തിലുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അവനെ ഇമ്മാനുവൽ എന്ന് വിളിക്കുന്നത്. ഗബ്രിയേൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ സഞ്ചാരി സത്രമുടമയുടെ നേരെ തിരിഞ്ഞ് എന്തുകൊണ്ടാണ് രക്ഷകന് സത്രത്തിൽ ഇടമില്ലാതെ പോയത് എന്ന് ചോദിച്ചു. സത്രമുടമ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ ആ സ്വരത്തിൽ സങ്കടഭാവം നിഴലിച്ചിരുന്നു. എൻ്റെ സത്രത്തിലേക്ക് കടന്നു വന്ന മഹാനായ അതിഥിയാകുമായിരുന്നു ആ കുഞ്ഞ്. പക്ഷേ എൻ്റെ ഹൃദയം പോലെ എൻ്റെ സത്രവും നിറഞ്ഞിരുന്നു. അതുകൊണ്ട് അവന് നൽകാൻ സ്ഥലമില്ലായിരുന്നു. എന്നാൽ പിന്നോട്ട് നോക്കുമ്പോൾ ആ നിമിഷം പ്രതീകാത്മകമായിരുന്നുവെന്ന് ഞാൻ കാണുന്നു. കാരണം ലോകത്തിൽ രക്ഷകന് സ്ഥാനമില്ലായിരുന്നല്ലോ. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെപ്പോലെയാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. അന്ന് അവന് നൽകാൻ എൻ്റെ സത്രത്തിൽ സ്ഥലമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അവൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയവാതിലിന് പുറത്തും അവനുണ്ട്, ക്ഷണിക്കപ്പെടുന്നതും കാത്ത്. അയാൾ സംസാരം നിർത്തിയപ്പോൾ അതുവരെ നിശബ്ദനായിരുന്ന സംവിധായകൻ യാത്രക്കാരൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു തുടങ്ങി. ക്രിസ്തുമസ് ഭൂതകാലത്തിൻ്റെ കഥ മാത്രമല്ല, അത് ഒരു ജീവനുള്ള ക്ഷണമാണ്. ദൈവത്തെയും അയൽക്കാരനെയും നമ്മെത്തന്നെയും സ്നേഹിക്കാനുള്ള ക്ഷണം. യേശുവിൻ്റെ ജനനം ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ കഥയുടെ തുടക്കമായിരുന്നു. അത് ഇന്നും നമ്മളിൽ ഓരോരുത്തരിലും തുടരുന്നു. എല്ലാവരും സംസാരിച്ചതുകൊണ്ട് മറിയവും എന്തെങ്കിലും പറയണമെന്ന് അവരാവശ്യപ്പെട്ടു. അപ്പോൾ ഏറെ മൃദുലമായ സ്വരത്തിൽ അവൾ ഇത്രമാത്രം പറഞ്ഞു: എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ചോദ്യങ്ങൾ എൻ്റെ ഹൃദയത്തെ ഞെരുക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും ഭയപ്പെട്ടില്ല. കാരണം ഒറ്റയ്ക്കാവാൻ കഴിയാത്ത വിധം ദൈവം കൂടെയുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ എൻ്റെ ഉള്ളം ചോദ്യത്തിൻ്റെയോ സന്ദേഹത്തിൻ്റെയോ ഒരു ചെറുതിര പോലുമില്ലാത്ത ശാന്തമായ കടലാണിപ്പോൾ എന്ന് മാത്രമറിയാം. പെട്ടെന്ന് തിബേരിയാസ് കടലിൽ നിന്നും വലിയൊരു തിര കരയിലേക്ക് അടിച്ചു കയറി. അത് സഞ്ചാരിയെയും കടന്നുപോയി. ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുമ്പോൾ ആകെ നനഞ്ഞവനായി അയാൾ തന്നെ കണ്ടു. പക്ഷേ ഹൃദയത്തിൽ ഒരു കൊടുങ്കാറ്റ് ശമിച്ചതിൻ്റെ ശാന്തത അയാൾ അറിഞ്ഞു. അയാൾ എഴുന്നേറ്റിരുന്ന് തിരികെ പോയ തിരയിലേക്ക് നോക്കി. പിന്നെ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ രാത്രിയായിരുന്നു. പക്ഷേ അയാൾ ഇരുട്ടിലായിരുന്നില്ല. സ്തുതിയായിരിക്കട്ടെ.